നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ബൂസ്റ്റ്, കോംപ്ലാൻ, ഹോർലിക്സ്, ബോൺവീറ്റ, ഇതിൽ ഏതാണ് നല്ലത്? ഇത് ഡെയിലി കലക്കി കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പ്രായമുള്ളവർക്ക് കഴിക്കാവോ? സ്ത്രീകൾ എല്ലിനും പല്ലിനും ശക്തിക്ക് വേണ്ടി ഇത് കഴിക്കാറുണ്ട്. ഇത് ശരിക്കും നല്ലതാണോ? തുടങ്ങിയ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മനസ്സിലുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. കാരണം പരസ്യം പലതിലും പലതാണ്. ഇപ്പോൾ ബൂസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നുള്ളതാണ്. ഇനി ബൂസ്റ്റ് കഴിക്കാത്തവരാണെങ്കിൽ പോലും ഈ പരസ്യം അവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. കോംപ്ലാൻ എന്ന് കേൾക്കുമ്പോഴേ ഹൈറ്റ് വെക്കുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് പരസ്യത്തിൽ കാണുന്ന അതാണ്. ഇതുപോലെ ഹോർലിക്സിനും ബോൺവീറ്റയ്ക്കും ഒക്കെ നിരവധി പരസ്യങ്ങളുണ്ട്. മിക്ക കളിക്കാരും ഫിലിം സ്റ്റാർസും ഒക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത് പരസ്യത്തിൽ പറയുന്നത്. ഇതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? നമുക്കിനി കുറച്ച് പുറകിലേക്കൊന്ന് പോകാം. നമുക്കിതിന്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. 18ാം സെഞ്ചുറിയിലാണ് മാൾട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഉണ്ടാവുന്നത്. മാൾട്ട് ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രെയിൻസ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സ്. അങ്ങനെ ഉണ്ടായ ഒരു ഡ്രിങ്കാണ് ഹോർലിക്സ് എന്ന് പറയുന്നത്. ഈ ഗ്രെയിൻസിനോടൊപ്പം തന്നെ ന്യൂട്രീഷൻസ് ഒക്കെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത്. 19ാം സെഞ്ചുറിയുടെ അവസാനമായപ്പോഴാണ് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇതിലൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യയിലാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. അത് അന്നും അങ്ങനെ തന്നെ, ഇന്നും അങ്ങനെ തന്നെ. മാൽ ന്യൂട്രീഷൻ്റെ ഒരു എക്സ്ട്രീം കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതായത് കൃത്യമായിട്ട് പോഷകം കിട്ടാത്ത അവസ്ഥ. ഈ സമയത്ത് കുട്ടികൾക്കൊന്നും തന്നെ പോഷകം കിട്ടുന്നില്ല, കഴിക്കാൻ പോലും ആഹാരമില്ലാത്ത അവസ്ഥയായിരുന്നു. ഈ സമയത്താണ് ഇത് കൂടുതലായിട്ടും പോപ്പുലർ ആയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളിത് കുടിച്ചാൽ മതി, നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല, നിങ്ങൾക്ക് ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടും എന്ന തരത്തിലുള്ളൊരു പ്രചരണം നടത്തി ഇത് വേഗത്തിൽ തന്നെ മാർക്കറ്റ് കീഴടക്കുകയാണ് ചെയ്തത്. ഇത് കുടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. ഇനി നമുക്ക് ഈ ഓരോ പ്രോഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയാം. ഇപ്പം നമ്മൾ കോംപ്ലാൻ എടുക്കുകയാണെങ്കിൽ 100 ഗ്രാം കോംപ്ലാനിൽ 18 ഗ്രാം പ്രോട്ടീൻ ആണ് വരുന്നത്. വളരെ നല്ല കാര്യം, പ്രോട്ടീൻ വളരെ നല്ലതാണ്. 11 ഗ്രാം ഫാറ്റും കാണാൻ സാധിക്കും. ഫാറ്റ് കുട്ടികൾക്കൊന്നും കുഴപ്പമില്ല. പിന്നെ ഉള്ളത് 62 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ആണ്. 24 ഗ്രാം ഷുഗർ ആണുള്ളത്. ഇവിടെയാണ് പ്രശ്നം. പ്രത്യേകിച്ചും മുതിർന്നവരിൽ ഒരു 16-17 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് ഇത്രയും ഷുഗറിന്റെ ആവശ്യമില്ല. ഇത് നമ്മൾ തീർച്ചയായിട്ടും കുറയ്ക്കണം. ഇനി അടുത്തത് ബൂസ്റ്റ്. 100 ഗ്രാം ബൂസ്റ്റിൽ 7 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്, 1.8 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്, 85 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, 32 ഗ്രാം ഷുഗർ വരുന്നുണ്ട്. ഇതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഹോർലിക്സ് നോക്കിക്കഴിഞ്ഞാൽ 100 ഗ്രാം ഹോർലിക്സിൽ 11 ഗ്രാം പ്രോട്ടീൻ വരുന്നുണ്ട്, 2 ഗ്രാം ഫാറ്റ് വരുന്നുണ്ട്, 79 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ 14-15 ഗ്രാമോളം ഷുഗറും വരുന്നുണ്ട്. ഇത് ഞാൻ ഏകദേശം ഒരു അളവാണ് പറയുന്നത്. ഈ അളവ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഷുഗറിന്റെ അളവ് വളരെയേറെ കൂടുതലാണ്. ഒരു കുട്ടിക്ക് ഒരു ദിവസം ഡെയിലി കഴിക്കേണ്ട ഷുഗറിന്റെ അളവ് ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 3 ടീസ്പൂൺ മതി. അതിന്റെ ആവശ്യമുള്ളൂ. അതിൽ കൂടുതൽ കഴിക്കുന്നത് ശരിക്കും ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ സാധനത്തിലും ഷുഗറിന്റെ അളവ് വളരെ കൂടുതലാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഒരു രീതി അറിയാലോ, ബൂസ്റ്റ് ആയാലും ബോൺവീറ്റ ആയാലും ഏതായാലും 1 സ്പൂൺ അതെടുക്കുക, എന്നിട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടാലേ നമുക്ക് മൊത്തത്തിലൊരു തൃപ്തി വരത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് എനർജി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. കാരണം അവരുടെ പഠനത്തിൽ തന്നെ ഇതിൽ നിന്ന് എനർജി കിട്ടുന്നുണ്ടോ എന്നുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട്. എനർജിയിൽ വ്യത്യാസമൊക്കെ പല സാധനങ്ങളിലും പലതാവാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ഷുഗറാണ്. ഒരുപാട് ഷുഗറുള്ള ചോക്ലേറ്റ്, കേക്ക്, ഡ്രിങ്ക്സ് ഒക്കെ ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ശരീരത്തിന് കേടാണ്. ഡയബറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അൺകൺട്രോൾഡ് ആയിട്ട് ഷുഗർ പോകുന്നതായിട്ട് കാണും. പിന്നെ മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് ഇതിൽ അങ്ങനെ അധികം ഷുഗർ ഒന്നുമില്ല. ഒരു ദിവസം നമ്മുടെ ശരീരത്തേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഷുഗറിന്റെ അളവിനെക്കാട്ടിയും കുറച്ച് മാത്രമേ ഇതിലുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിക്കും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ശരിക്കും ഈ ഡ്രിങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. ഇതില്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ള ന്യൂട്രീഷനൊക്കെ കിട്ടും. സിങ്ക് ആയാലും മഗ്നീഷ്യം ആയാലും കാൽസ്യം ആയാലും വൈറ്റമിൻ ഡി ആയാലും ഇതൊക്കെ തന്നെ നമ്മുടെ ആഹാരത്തിൽ കൂടെ കിട്ടാവുന്നതേ ഉള്ളൂ. ഇവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ന്യൂട്രീഷൻ മാത്രം ആഡ് ചെയ്താണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഷുഗർ ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നകാരി. ഇത് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഡെയിലി കഴിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പിന്നെ ചില കൊച്ചുകുട്ടികൾ ആഹാരം ഒന്നും തന്നെ കഴിക്കുന്നുണ്ടാവില്ല. അവരൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. സ്ത്രീകളും പ്രായമായിട്ടുള്ളവരും ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സ്ത്രീകളൊക്കെ തന്നെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലിന്റെയും പല്ലിന്റെയും ശക്തിക്കൊക്കെ വേണ്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കുടിക്കാറുണ്ട്. ഇത് കുടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ ആവശ്യമൊന്നുമില്ല. പറ്റുമെങ്കിൽ ഒരു ദിവസം 2 ഫ്രൂട്ട്സോ എന്തെങ്കിലും കുറച്ച് വെജിറ്റബിളോ അപ്പോൾ ക്യാരറ്റൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊക്കെ മതി. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിയോ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്. ഈ പറയുന്ന ഡ്രിങ്ക്സിലൊക്കെ തന്നെ 34 മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ശരിക്കും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമുക്കറിയാലോ, ഒരു സാധനം അമിതമായാലും കുറഞ്ഞാലും പ്രശ്നമാണ്. പക്ഷെ ഒരു മിതമായിട്ടുള്ള രീതിയിൽ പോകുന്നതിന് നമ്മൾ കഴിക്കുന്ന ആഹാരം തന്നെ മതി.
അപ്പോൾ ശരിക്കും ഫ്രൂട്ട്സോ വെജിറ്റബിൾസിന്റെ ഒക്കെ കാര്യം മതി. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല, ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സ് നിങ്ങൾക്ക് കുടിച്ചേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ഇതിൽ ഷുഗർ പിന്നീട് ഒരു അപകടകാരിയായിട്ട് ഉറപ്പായിട്ടും വരും. കുറച്ചു കാലം കഴിയുമ്പോൾ ഈ ടേസ്റ്റിന് നമ്മൾ അടിമപ്പെടുകയും ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, അമിതമായിട്ട് ശരീരത്തേക്ക് ഷുഗർ ചെന്ന് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ നടക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ 2 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടേ നമ്മൾ കുടിക്കാറുള്ളൂ. അപ്പൊ കിട്ടേണ്ട ന്യൂട്രീഷൻസും കിട്ടാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ആർഭാടത്തിന് വേണ്ടി ഇത് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചില പേരൻസ് ഉണ്ട്, എല്ലാ കുട്ടികളും കുടിക്കുന്നു, അപ്പൊ എന്റെ കുട്ടിയും കുടിക്കണം, അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക വേണം. ഞാൻ ഈ പറഞ്ഞതാണ് ഇതിന്റെ സത്യാവസ്ഥ. ഇനി മാൽ ന്യൂട്രീഷൻ ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൊണ്ടുപോയി കാണിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോളൂ, അങ്ങനെ നോക്കിയാൽ മതി. പക്ഷേ ഒരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം, മുതിർന്നവർക്ക് ഇതിന്റെ യാതൊരു തരത്തിലുള്ള ആവശ്യകതയില്ല. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കോളും. ആരും തന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാറില്ല. ഇനി ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും ഇങ്ങനെ തുറന്നു പറയാൻ ധൈര്യപ്പെടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അത് നിങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കണം. ഇത് ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്, നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഉപയോഗിക്കാം. അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലിരുന്നാൽ മതി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ സഹായിക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.